ഹലോ സുഹൃത്തുക്കളെ, ഹിന്ദി സീഖോ എന്ന ചാനലിന്റെ സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് അതായത് സരള വർത്തമാനകാലത്തിൽ ഉത്തമ പുരുഷൻ അതായത് ഒന്നാം പുരുഷൻ, മധ്യമ പുരുഷൻ അതായത് രണ്ടാം പുരുഷൻ, പ്രഥമ പുരുഷൻ അതായത് മൂന്നാം പുരുഷൻ എന്നിവയുടെ വാക്യരൂപീകരണങ്ങൾ അടങ്ങിയ സമ്പൂർണ്ണ പാഠം നോക്കാം. ശരി, എന്നാൽ നമുക്ക് ആദ്യം വർത്തമാനകാലത്തിലെ ഫസ്റ്റ് പേഴ്സൺ അതായത് ഒന്നാം പുരുഷൻ, സെക്കൻഡ് പേഴ്സൺ അതായത് രണ്ടാം പുരുഷൻ, തേർഡ് പേഴ്സൺ അതായത് മൂന്നാം പുരുഷൻ എന്നിവയുടെ വാക്യരൂപീകരണ നിയമങ്ങൾ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ അതായത് ഒന്നാം പുരുഷ ഏകവചനമായ മേ അതായത് ഞാൻ എന്ന പദത്തോടുകൂടി ഒരു വർത്തമാനകാല വാക്യം തുടങ്ങുകയാണെങ്കിൽ ആ വാക്യം ഹൂ എന്ന് അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദവും ക്രിയാപദവും ചേർക്കണം. സരള വർത്തമാനകാലത്തിന്റെ പ്രധാന വ്യത്യാസം ഇവിടെ നമുക്ക് നോക്കാം. ഒരു സരള വർത്തമാനകാല വാക്യത്തിൽ മൂലക്രിയാപദത്തിനോടൊപ്പം പുല്ലിംഗ സൂചകമായി ത എന്നും സ്ത്രീലിംഗ സൂചകമായി തി എന്നും ചേർക്കണം. ഒന്നാം പുരുഷ ബഹുവചന പദമായ ഹം അതായത് നമ്മൾ എന്ന പദത്തോടുകൂടി ഒരു വർത്തമാനകാല വാക്യം തുടങ്ങുകയാണെങ്കിൽ അത് ഹെ എന്ന് അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദവും ക്രിയാപദവും ചേർക്കണം. സരള വർത്തമാനകാലത്തിന്റെ പ്രധാന വ്യത്യാസം ഇവിടെ നമുക്ക് നോക്കാം. സരള വർത്തമാനകാല വാക്യത്തിൽ മൂലക്രിയാപദത്തിനോടൊപ്പം പുല്ലിംഗ സൂചകമായി തേ എന്നും സ്ത്രീലിംഗ സൂചകമായി തി എന്നും ചേർക്കണം. ഉദാഹരണത്തിന്, ഞാൻ പാഠം എഴുതുന്നു എന്ന വാക്യം നോക്കാം. പാഠത്തിന് പാഠ് എന്നും എഴുതുന്നതിന് ലിഖ് എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ പുല്ലിംഗ രൂപത്തിൽ മൈ ഏക് പാഠ് ലിഖ്താ ഹൂം എന്നും സ്ത്രീലിംഗ രൂപത്തിൽ മൈ ഏക് പാഠ് ലിഖ്തി ഹൂം എന്നുമാണ് പറയേണ്ടത്. ഇനി നമ്മൾ അഥവാ ഞങ്ങൾ ജോലി ചെയ്യുന്നു എന്ന ഉദാഹരണം നോക്കാം. ഹിന്ദിയിൽ ഹം എന്ന പദം നമ്മൾ എന്നും ഞങ്ങൾ എന്നും രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജോലിക്ക് കാം എന്നും ചെയ്യുന്നതിന് കർ എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ പുല്ലിംഗ രൂപത്തിൽ ഹം കാം കർത്തേ ഹേ എന്നും സ്ത്രീലിംഗ രൂപത്തിൽ ഹം കാം കർത്തി ഹേ എന്നുമാണ് പറയേണ്ടത്. സെക്കൻഡ് പേഴ്സൺ അതായത് രണ്ടാം പുരുഷ ഏകവചനമായ തും അതായത് നീ എന്ന പദത്തോടുകൂടി ഒരു വർത്തമാനകാല വാക്യം തുടങ്ങുകയാണെങ്കിൽ അത് ഹോ എന്ന് അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദവും ക്രിയാപദവും ചേർക്കണം. സരള വർത്തമാനകാലത്തിന്റെ പ്രധാന വ്യത്യാസം ഇവിടെ നമുക്ക് നോക്കാം. സരള വർത്തമാനകാല വാക്യത്തിൽ മൂലക്രിയാപദത്തോടൊപ്പം പുല്ലിംഗ സൂചകമായി തേ എന്നും സ്ത്രീലിംഗ സൂചകമായി തി എന്നും ചേർക്കണം. രണ്ടാം പുരുഷ ബഹുവചനമായ ആപ് അതായത് നിങ്ങൾ അഥവാ താങ്കൾ എന്ന പദത്തോടുകൂടി ഒരു വർത്തമാനകാല വാക്യം തുടങ്ങുകയാണെങ്കിൽ ആ വാക്യം ഹേ എന്ന് അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദവും ക്രിയാപദവും ചേർക്കണം. സരള വർത്തമാനകാലത്തിന്റെ പ്രധാന വ്യത്യാസം ഇവിടെ നമുക്ക് നോക്കാം. സരള വർത്തമാനകാല വാക്യത്തിൽ മൂലക്രിയാപദത്തോടൊപ്പം പുല്ലിംഗ സൂചകമായി തേ എന്നും സ്ത്രീലിംഗ സൂചകമായി തി എന്നും ചേർക്കണം. ഇനി നമുക്ക് നീ പാട്ട് പാടുന്നു എന്ന ഉദാഹരണം നോക്കാം. പാട്ട് എന്നതിന് ഗാന എന്നും പാടുന്നതിന് ഗ എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ പുല്ലിംഗ രൂപത്തിൽ തും ഗാന ഗാത്തേ ഹോ എന്നും സ്ത്രീലിംഗ രൂപത്തിൽ തും ഗാന ഗാത്തി ഹോ എന്നുമാണ് പറയേണ്ടത്. ഇനി നിങ്ങൾ വളരെ നന്നായി എഴുതുന്നു എന്ന ഉദാഹരണം നമുക്ക് നോക്കാം. വളരെ നന്നായി എന്നതിന് ബഹുത് അച്ഛ എന്നാണ് പറയേണ്ടത്. എഴുതുന്നതിന് ലിഖ് എന്നും പറയണം. അപ്പോൾ ഈ വാക്യത്തെ പുല്ലിംഗ രൂപത്തിൽ ആപ് ബഹുത് അച്ഛ ലിഖ്തേ ഹൈ എന്നും സ്ത്രീലിംഗ രൂപത്തിൽ ആപ് ബഹുത് അച്ഛ ലിഖ്തി ഹൈ എന്നുമാണ് പറയേണ്ടത്. ഇനി തേർഡ് പേഴ്സൺ അതായത് മൂന്നാം പുരുഷ ഏകവചനമായ വഹ് യഹ് അതായത് അവൻ അവൾ അത് ഇവൻ ഇവൾ ഇത് എന്നീ പദങ്ങളോടുകൂടി ഒരു വർത്തമാനകാല വാക്യം തുടങ്ങുകയാണെങ്കിൽ ആ വാക്യം ഹേ എന്ന് അവസാനിക്കണം. ഇതിന് നടുവിൽ ഒരു നാമപദവും ക്രിയാപദവും ചേർക്കണം. സരള വർത്തമാനകാലത്തിന്റെ പ്രധാന വ്യത്യാസം ഇവിടെ നമുക്ക് കാണാം. ഒരു സരള വർത്തമാനകാല വാക്യത്തിൽ മൂലക്രിയാപദത്തിനോടൊപ്പം പുല്ലിംഗ സൂചകമായി ത എന്നും സ്ത്രീലിംഗ സൂചകമായി തി എന്നും ചേർക്കണം. മൂന്നാം പുരുഷ ബഹുവചനമായ വേ യേ അതായത് അവർ ഇവർ എന്നീ പദങ്ങളോടുകൂടി ഒരു വർത്തമാനകാല വാക്യം തുടങ്ങുകയാണെങ്കിൽ ആ വാക്യം ഹേ എന്ന് അവസാനിക്കണം. അതിന് നടുവിൽ ഒരു നാമപദവും ക്രിയാപദവും ചേർക്കണം. സരള വർത്തമാനകാലത്തിന്റെ പ്രധാന വ്യത്യാസം ഇവിടെ നമുക്ക് കാണാം. സരള വർത്തമാനകാല വാക്യത്തിൽ മൂലക്രിയാപദത്തിനോടൊപ്പം പുല്ലിംഗ സൂചകമായി തേ എന്നും സ്ത്രീലിംഗ സൂചകമായി തി എന്നും ചേർക്കണം. ഇനി അവൻ മാമ്പഴം തിന്നുന്നു എന്ന ഉദാഹരണം നോക്കാം. മാമ്പഴത്തിന് ആം എന്നും തിന്നുന്നതിന് ഖ എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ വഹ് ആം ഖാത്താ ഹേ എന്നാണ് പറയേണ്ടത്. അതേപോലെ അവൾ മാമ്പഴം തിന്നുന്നു എന്നതിന് വഹ് ആം ഖാത്തി ഹേ എന്നും പറയണം. അതുപോലെ ഇവൻ മാമ്പഴം തിന്നുന്നു എന്ന വാക്യത്തിന് യഹ് ആം ഖാത്താ ഹേ എന്നും ഇവൾ മാമ്പഴം തിന്നുന്നു എന്ന വാക്യത്തിന് യഹ് ആം ഖാത്തി ഹേ എന്നും പറയണം. യഹ് എന്ന പദം ഈ അല്ലെങ്കിൽ ഇത് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഓടുന്നു എന്ന ഉദാഹരണം നോക്കാം. ഓടുന്നതിന് ദൗഡ് എന്നാണ് പറയേണ്ടത്. ഈ അല്ലെങ്കിൽ ഇത് എന്നതിന് യഹ് എന്നും പറയണം. അപ്പോൾ ഈ വാക്യത്തെ യഹ് ലഡ്കി ദൗഡ്തി ഹേ എന്നാണ് പറയേണ്ടത്. അതുപോലെ ആ യുവാവ് ചിരിക്കുന്നു എന്ന വാക്യത്തിൽ ആ അല്ലെങ്കിൽ അത് എന്നതിന് വഹ് എന്നും ചിരിക്കുന്നതിന് ഹസ് എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ വഹ് യുവക് ഹസ്താ ഹേ എന്നാണ് പറയുക. ഇനി ഇവർ ഊണ് കഴിക്കുന്നു എന്ന ഉദാഹരണം നോക്കാം.
ഇവർ എന്നതിന് യെ എന്നും ഊണിന് ഖാന എന്നും കഴിക്കുക അല്ലെങ്കിൽ തിന്നുക എന്നതിന് ഖ എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ യെ ഖാന ഖാത്തെ ഹേ എന്നാണ് പറയേണ്ടത്. അതുപോലെ അവർ വീട്ടിലേക്ക് പോകുന്നു എന്ന വാക്യം നോക്കാം. അവർ എന്നതിന് വേ എന്നും വീടിന് ഘർ എന്നും പോകുന്നതിന് ജാ എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ വേ ഘർ ജാത്തെ ഹേ എന്നാണ് പറയേണ്ടത്. ഇതുവരെ നമ്മൾ ഹിന്ദി വർത്തമാനകാലത്തിലെ വാക്യരചനാ നിയമങ്ങളെ നോക്കുകയും സരള വർത്തമാനകാലത്തിൽ വാക്യങ്ങൾ എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സരള വർത്തമാനകാലത്തിൽ വാക്യരൂപീകരണം എങ്ങനെയാണ് എന്ന് നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും പിന്തുണയും ഇനിയും പ്രയോജനപ്രദമായ വീഡിയോസ് ഒരുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയ ഹിന്ദി പഠന വീഡിയോകൾക്കായി കാത്തിരിക്കൂ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ഹിന്ദി സീഖോ എന്ന ചാനലിന്റെ സ്പോക്കൺ ഹിന്ദി വീഡിയോയിൽ നിന്നും സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സീതാ സുന്ദർ.